എക്സാക്ട്ലി എന്താ ഈ കുളിസീൻ? പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ മക്കളുടെ കൂടെ പോകുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരൊന്നും ഇത് കാണാത്ത പോലെയാണ്. അതായത് രാവിലെ മാന്യന്മാരും രാത്രി യെസ്, എനിക്ക് ഏറ്റവും വലിയ കോമഡി എന്താ പറയുക, ഞങ്ങളെ വീടിന്റെ ബാക്കിൽ ഒരു പാറക്കുളം ഉണ്ട്. ഒരു 2-3 കുളമൊക്കെ ഉള്ള ഒരു സംഭവം. ഇപ്പൊ അതെനിക്ക് ഓർമ്മ വരാം. ഞാനൊരു 4-ൽ 5-ല് ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയങ്ങളില് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്രോശിക്കുന്ന മാന്യന്മാർ അവിടെ കുളിക്കാൻ വരുന്ന പെണ്ണുങ്ങളുടെ കുളിസീൻ എത്തി നോക്കിയ ചരിത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നല്ല, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരതിനെക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിരിക്കണം, എന്നാലേ നമ്മൾ കുറ്റം പറയാൻ പാടുള്ളൂ. എസ്പെഷ്യലി വളരെ ടിപ്പിക്കൽ അല്ലെങ്കിൽ വളരെ ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉള്ള പാരന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളെ മാതിരി ചിന്തിക്കാനൊന്നും പറ്റൂല എന്ന് വെച്ചിട്ട് അങ്ങനെ നമുക്ക് പാരന്റ്സ് ഉണ്ട്, അവരിപ്പോഴും വെളിച്ചത്തോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ അടിച്ചമർത്തി അവരുടെ കാലശേഷം ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. അപ്പൊ ഞാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ രീതിക്ക് അനുസരിച്ചായിരിക്കില്ല. അങ്ങനെ എന്റെ ചിന്താഗതിയും നമ്മുടെ എയിമും മോട്ടോയും വിഷനും ഒക്കെ വേറെയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളല്ലേ വിമൽ, വളരെ വേണ്ടപ്പെട്ട ആളുകളും കൂടെ ഇതിനെ കൂടെ അങ്ങനെ കുത്തുമ്പോ അതെ, അവരോട് നമ്മൾ എന്താ പറയാ? ഒന്നും പറയാനില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞ ഞാൻ പറഞ്ഞത്, അമ്മ അത് മൈൻഡ് ചെയ്യണ്ട, ഞാനാണ് ചെയ്യുന്നത്, എനിക്കറിയാം ഞാൻ എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അതെ അതെ അതെ. അല്ലെ, പിന്നെ ഈ പറയുന്ന ആളുകളുടെ മുമ്പിൽ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും കിട്ടാനില്ല. കാരണം നമുക്ക് ചെലവിനോ നമ്മളെ വളർച്ചയ്ക്കോ നമ്മുടെ ആവശ്യങ്ങൾക്കോ ഒരു സപ്പോർട്ടും ചെയ്യാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് ആയിട്ടും അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ക്രിമിനോളജി ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടും ഇപ്പൊ ഒരു ബുക്ക് പബ്ലിഷിംഗ് ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴും ഈ പറയുന്ന നമ്മുടെ ഇഷ്ടങ്ങളുടെ പുറകെ പോകുമ്പോൾ എങ്ങനെയാണ് അത് ശരിക്കും അതൊരു നമ്മൾ വല്ലാത്തൊരു സ്വഭാവ വൈകല്യമുള്ള സ്ത്രീയായിട്ട് മാറുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം ഈ പറയുന്ന നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഒരു എഴുത്തോ ആണോ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്?